ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു ജനത അണിനിരക്കുകയാണ്. വർഷങ്ങളായി ഒരു മേജർ ട്രോഫി പോലും നേടാത്ത ആ യാത്ര അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരങ്ങളിൽ ഗോളടിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ബാംഗ്ലൂരു FCക്കെതിരെ താളം കണ്ടെത്താനാവാതെ പുറത്തു പോകേണ്ടി വന്നു. ഫൈനലിൽ മോഹൻ ബഗാനെ തകർത്ത് നോർത്ത് ഈസ്റ്റ് കിരീടം ചൂടിയതോടെ മേജർ ട്രോഫി ഇല്ലാത്ത ISL കളിക്കുന്ന ഒരേ ഒരു ക്ലബ്ബായി ബ്ലാസ്റ്റേഴ്സ് മാറിയിരിക്കുന്നു. 3 തവണ റണ്ണേഴ്സായവരാണ്. മികച്ച താരങ്ങളെ അണിനിരത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ മാനേജർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും കിട്ടാക്കനിയായ കിരീടം അകന്നു നിൽക്കുകയാണ്. 2024-25 സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തണം. ഇടയ്ക്കിടെ മാനേജ്മെന്റ് കാണിക്കുന്ന അലസമായ പ്രവൃത്തി മാറ്റി ഒരു ജനതയുടെ വികാരത്തെ മാനിക്കണം. ആരാധകരുടെ രൂക്ഷ വിമർശനത്തിന്റെ ഫലമെന്നോണം ട്രാൻസ്ഫർ മാർക്കറ്റ് തീരാൻ ദിവസങ്ങൾ ശേഷിക്കെ മാത്രമാണ് പുതിയ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. കേവലം ബിസിനസ്സായി മാത്രം കാണാതെ ഇതിന് പിന്നിൽ അണിനിരക്കുന്ന ഈ കൂട്ടരെ ഇനിയും നിരാശപ്പെടുത്തരുത്. പുതിയ സീസണിന് വേണ്ടി പുതിയ താരങ്ങളാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സജ്ജരാകണം. വർഷങ്ങളായി കിട്ടാക്കനിയായ ഒരു കിരീടമെങ്കിലും ഈ സീസണിൽ നേടിയെടുക്കണം. അതിനൊത്ത താരങ്ങൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുണ്ട്. ഡ്യൂറന്റ് കപ്പിന്റെ ഗോൾഡൻ ബൂട്ട് ജേതാവായ നോഹ മുതൽ ലൂണ വരെ നീണ്ടുകിടക്കുന്ന വിദേശ നിരയും പ്രീതം മുതൽ വിപിനും ഐമനും അസറും അടക്കുന്ന ഇന്ത്യൻ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുണ്ട്. അവരാൽ സ്റ്റെഹറക്കുകയിൽ പുതിയ ചരിത്രം കുറിക്കാൻ സാധിക്കണം. ഞങ്ങൾ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുകയാണ്.